ഡോക്ടറെ, ഈ കുട്ടികളിൽ നിര തെറ്റി പല്ലിരിക്കുന്നതും പിന്നെ പല്ല് പൊന്തിയതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓ, അപ്പോൾ ഇത് നമുക്ക് ചെറുപ്പത്തിൽ ഈ അലൈനേഴ്സ് ഇട്ട് റെഡിയാക്കാൻ പറ്റുമോ? പറ്റും. നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ ഇത് അലൈനേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രേസസ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു അത്രയും നല്ലതാണ്. അത്രയും സിവിയറിറ്റി നമുക്ക് കുറഞ്ഞു കിട്ടും. അപ്പോൾ നമുക്കൊരു 8 വയസ്സ് മുതലൊക്കെ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. 8 വയസ്സൊക്കെ ആണെങ്കിൽ നമ്മളൊരു പേഷ്യൻറ്റിനെ കാണുമ്പോൾ, ഒരു കുട്ടീനെ കാണുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഈ താടിയലിൻ്റെ വളർച്ചയൊക്കെ ചെറുതായിരിക്കും. താഴത്തെ താടിയൽ അങ്ങനെയൊക്കെ ഭയങ്കര ചെറുതായിരിക്കും. അവർക്ക് നമുക്ക് ഈ ഫങ്ഷണൽ അപ്ലയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതൊക്കെ ഇടാം. അതൊക്കെ ബ്രേസസ് ട്രീറ്റ്മെൻ്റ് ആണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ട്രെൻഡ്സിൽ അലൈനേഴ്സിലും നമ്മളത് ചെയ്യുന്നുണ്ട്. ഈ ക്ലാസ് 2 കറക്റ്റേഴ്സൊക്കെ നമ്മൾ അലൈനേഴ്സ് വെച്ച് തന്നെ ഈ മറ്റേ ബ്രേസസ് എന്ന് പറയുമ്പോൾ കുട്ടികളത് ഇടൂല. സ്കൂളിലൊക്കെ പോവുകയാണ് ഇതൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചിരിക്കാൻ പറ്റാനുള്ള മുത്തൊട്ടിച്ചിട്ടുണ്ട്, ആൾക്കാർ കളിയാക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. സോ അങ്ങനത്തേൽ നമ്മൾ മോഡിഫൈ ചെയ്ത് ഓരോ കേസിലും നമ്മൾ മറ്റേ താടിയലിനെ വികസിപ്പിക്കാനും അതിലൊക്കെ ബെറ്റർ പെർഫോമൻസ് നമ്മൾ ഇൻവിസിലൈൻസ് ആണ്. ഇൻവിസിലൈനിൽ കുറച്ചും കൂടി ഒന്ന് വികസിപ്പിക്കാനൊക്കെ കുറച്ചും കൂടി ഒരു ബെറ്റർ ഇത് അല്ലതാണ് വരുന്നത്. സോ ഇത് എത്രയും പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ച് ആ ഒരു ഡിഫക്റ്റിനെ ശരിയാക്കുന്നു അത്രയും നല്ലതാണ്. ഒരുപാട് പേഷ്യൻസൊക്കെ 18 വയസ്സിലൊക്കെ വന്നിട്ട് വികസിപ്പിക്കണം എന്നൊക്കെ പറയും. പക്ഷേ അത് പറ്റൂല. 18 ഏജിലൊക്കെ പറ്റും. സ്ക്രൂ ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. സ്ക്രൂ ഒക്കെ ഉപയോഗിച്ചാണ് നമ്മളത് ചെയ്യുന്നത്. സോ എത്രയും പെട്ടെന്ന് നമ്മളത് കണ്ടെടുത്താൽ നമ്മൾ അത്രയും നല്ലതാണ്.